പാലക്കാടിൻ്റെ ഗ്രാമസൗന്ദര്യം തുളുമ്പുന്ന മറ്റൊരു സ്ഥലമായ തസ്രാക്കിലേക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മലയാള സാഹിത്യത്തിലെ അതുല്യ പ്രതിഭയായിരുന്ന ശ്രീ ഒ.വി. വിജയൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തസ്രാക്ക്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. കാറ്റിനോട് കഥ പറയുന്ന കരിമ്പനകൾ. ഗ്രാമത്തിൻ്റെ ആത്മാവും പ്രകൃതി ഭംഗിയും കാണണമെങ്കിൽ പാലക്കാട് തന്നെ പോകണം. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതാൻ അദ്ദേഹത്തിന് പ്രചോദനമായ സ്ഥലമാണ് തസ്രാക്ക്. ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകം. ഏറെ വിചിത്രം, അദ്ദേഹം ജനിച്ചതോ മരിച്ചതോ ജീവിച്ചതോ ഇവിടെയല്ല എന്നുള്ളതാണ്. തസ്രാക്ക് എന്ന സ്ഥലമാണ് നോവലിലെ ഖസാക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങൾ തസ്രാക്കിൽ ജീവിച്ചിരുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ കഥാപാത്രം ജീവിച്ചിരുന്ന സ്ഥലത്ത് കഥാകാരന് ഒരു സ്മാരകം. ഒന്നല്ല, ഒരുപാട് ശാഠ്യങ്ങൾ. എന്തിനോടെന്നറിഞ്ഞുകൂടാ. കേലൻ്റെ സ്കൂളിനോടോ ഞാറ്റുപുരയോടാണോ? നോവലിൽ വിവരിച്ചിരിക്കുന്ന ഞാറ്റുപുരയാണ് നമ്മൾ കണ്ടത്. ഞാറ്റുപുരയുടെ വരാന്തയിൽ ഒ.വി. വിജയൻ സാറിൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ചിത്രങ്ങളുടെ അടുത്ത് നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തു. ഈ ഞാറ്റുപുരയിലാണ് പണ്ട് നെല്ലും കാർഷിക ഉപകരണങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നത്. ഈ ഞാറ്റുപുരയ്ക്കകത്ത് ഇപ്പോൾ ഫോട്ടോ ഗാലറി, ഡോക്യുമെൻ്ററി കാണിക്കാനുള്ള തിയേറ്റർ, കാർട്ടൂൺ, ഇതൊക്കെ ഇപ്പോൾ. ഞാറ്റുപുരയുടെ മുൻവശത്തായിട്ട് നല്ലൊരു പൂന്തോട്ടവും ഈ സ്മാരകത്തിലേക്കുള്ള കവാടവുമാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരി ഒ.വി. ശാന്ത തസ്രാക്കിലെ ഏകാധ്യാപക വിദ്യാലയത്തിലെ അധ്യാപികയായിരുന്നു. ആ സമയം സഹോദരി ഇവിടെ താമസം ഉണ്ടായിരുന്നു. കുറച്ച് കാലഘട്ടം സഹോദരി ഇവിടെ താമസിച്ചിരുന്നു. ആ സമയത്ത് ഒ.വി. വിജയൻ സാറും സഹോദരിയോടൊപ്പം കുറച്ച് കാലഘട്ടം, ഒരു മാസം, ഏകദേശം ഒരു 20-25 ദിവസമാണ് അവിടെ താമസിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ഞാറ്റുപുരയിൽ ഒ.വി. വിജയൻ ഡോക്യുമെൻ്ററി തിയേറ്റർ, അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു സ്ഥലം ഒക്കെയുണ്ട്. ഞാറ്റുപുരയുടെ പുറകിലായിട്ടൊരു സെമിനാർ ഹാളുണ്ട്. അതാണ് ഈ കാണുന്നത് കേട്ടോ. അവിടെ ചിത്രങ്ങളൊക്കെ, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഞാറ്റുപുരയുടെ പുറകുവശം. ഈ ഞാറ്റുപുരയിൽ കുറച്ച് കാലഘട്ടം മാത്രമാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഇനി അറബിക്കുളത്തിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നതാണ്. അറബിക്കുളത്തിലേക്കുള്ള വഴി. ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ മൈമുന അറബിക്കുളത്തിലൊക്കെ കുളിച്ചതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ടല്ലോ. ഒ.വി. വിജയൻ സാറിനെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ഈ സെമിനാർ ഹാളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ചിത്രങ്ങളും കത്തുകൾ, അദ്ദേഹത്തിൻ്റെ അവാർഡുകൾ, എല്ലാ വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ മുൻവശമാണ് കേട്ടോ. മുൻവശത്ത് ചെല്ലുമ്പോൾ തന്നെ ഒ.വി. വിജയൻ സാറിൻ്റെ കൃതികളെക്കുറിച്ചും അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളെക്കുറിച്ചും ഒരു പൂർണ്ണമായ വിവരം, ഒ.വി. വിജയൻ സാറിൻ്റെ പൂർണ്ണമായൊരു വിവരം തന്നെ ആ സെമിനാർ ഹാളിൻ്റെ മുൻവശത്തുള്ള ഭാഗത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയത് ഈ അറബിക്കുളത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ. 2 വശത്തും കരിങ്കല്ലുകൾ നാട്ടിയിട്ടുണ്ട്. അതിലെല്ലാം കഥാപാത്രങ്ങളുടെ ചിത്രങ്ങളാണ് കേട്ടോ കരിങ്കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ളത്. ഈ കാണുന്നതിലൊക്കെ കരിങ്കല്ലിൻ്റെ ചിത്രങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ആ നാട്ടിയിരിക്കുന്ന കരിങ്കല്ലുകളിലൊക്കെ. വളരെ മനോഹരമായിട്ടുള്ള പച്ചപ്പൊക്കെ നിറഞ്ഞ ഒരു സ്ഥലം കേട്ടോ. ഞാനതൊക്കെ ഒന്ന് കാഴ്ചകളൊക്കെ കണ്ട് നടന്നു. ഇതിൻ്റെ മുൻവശത്ത് വയലുകളാണ്. മനോഹരമായ പ്രകൃതി ഭംഗിയൊക്കെ നിറഞ്ഞ ഒരു സ്ഥലം. പോകുന്നെങ്കിൽ നമുക്ക് രാവിലെ തന്നെ പോകണം കേട്ടോ. രാവിലെ ചെല്ലുമ്പോഴത്തേക്കാണ് വെയിലൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു അന്തരീക്ഷം, നല്ല മഞ്ഞൊക്കെ മൂടിക്കിടന്നൊരു അന്തരീക്ഷമായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. നല്ല കുളിർമയുള്ള കാറ്റും നല്ല ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇത് അറബിക്കുളത്തിൻ്റെ മുൻവശമാണ് കേട്ടോ. ഗ്രാമീണ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് തസ്രാക്ക്. ഇവിടെ നിൽക്കുമ്പോൾ ഖസാക്കിലെ പല കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ ഓടി നടക്കും.